ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ. ഒന്നുമില്ല, ഒരു പൊതിച്ചോറ് കെട്ടൽ. ഇതൊന്നല്ല, ഒരാൾക്ക് മാത്രം കെട്ടിയാൽ പോരല്ലോ. ഇവിടെ 3-4 പേരുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഉള്ള, പിള്ളേരില്ലായിരുന്നു, പിള്ളേരങ്ങ് വീട്ടിലായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള വീട്ടിലെ എല്ലാവർക്കും ഉള്ള പൊതിച്ചോറ് കെട്ടലായിരുന്നു ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞത്. രാവിലെ ജോലിയും കാര്യങ്ങളും എല്ലാം തീർന്ന് അപ്പോഴാണ് ഞാൻ കരുതി വാഴയിലക്കകത്ത് പൊതിച്ചോറുണ്ടാക്കാമെന്ന്. കാരണം സാധനങ്ങളെല്ലാം അത്യാവശ്യമുണ്ട്. അത്യാവശ്യം എന്ന് വെച്ചാൽ ഒരുപാട് ആഡംബരമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് അത്യാവശ്യം നമുക്ക് രുചിയോട് കഴിക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് വെച്ച് ഞാൻ വിചാരിച്ചു പൊതിച്ചോറ് കെട്ടാമെന്ന്. കാരണം കുറേ നാളായി വാഴയിലൊക്കെ വാഴയില കഴിച്ചിട്ടെന്ന് വെച്ചാൽ ഇല വെട്ടാനും സമയമില്ല, ഇല വാട്ടാനും സമയമില്ല, അങ്ങനത്തെ മേളത്തിൽ കിടക്കുകയാണ്. എന്തായാലും ഇന്ന് കുറച്ച് ജോലിയൊക്കെ തീർന്നപ്പോൾ ഞാൻ കരുതി ചോറ് കുറച്ച് എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാമെന്ന്. അപ്പം നമ്മൾ രാവിലെ പൊതിച്ചോറെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ തയ്യാറാക്കണം. രാവിലെ തയ്യാറാക്കി ഉച്ചയ്ക്ക് തുറക്കുമ്പോഴാണ് അതിന് പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ കണവയൊക്കെ ഉണ്ടല്ലേ, കണവയെന്ന് വെച്ചാൽ നമ്മുടെ കൂന്തലെന്നൊക്കെ പറയുമല്ലേ, അപ്പോൾ അതിൻ്റെ തോരനൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ്. കാരണം എനിക്ക് പണ്ട് അമ്മ സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മ ഈ മീൻ കറി പറ്റിച്ചുണ്ടല്ലോ, നമ്മുടെ ഈ കൊച്ചു മീനുകൾ, ചാളയാണെങ്കിലും നെത്തോലാണെങ്കിലും അത് അമ്മ മുളക് കറി വെക്കും. മുളകിട്ട് വെച്ചിട്ട് നല്ല തലേന്നാണ് വെക്കുന്നത്. അതെടുത്ത് പിറ്റേന്ന് ചൂടാക്കി ഇതുപോലെ പൊതിച്ചോറ് കെട്ടി അതിനകത്ത് ഇങ്ങനെ അറ്റത്ത് വേറെ കൊച്ചൊരു വാഴയില വാട്ടി അതിനകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് വരുമ്പോൾ, അതുപോലെ തന്നെ ഈ കണവയുണ്ടല്ലേ, കണവയൊക്കെ ഓരോ നാട്ടിലും ഓരോ പേരാ വന്ന് കണവയെന്നും കൂന്തലെന്നൊക്കെ പറയും. അതുപോലെ കണവ നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല രീതിയിൽ വേവിച്ച് തോരൻ വെക്കും. അപ്പോൾ അതൊക്കെ ആയിട്ട് തരുന്ന ആ രുചി എനിക്ക് ഇപ്പോഴും എൻ്റെ വായിലിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കണവയും ഈ തലേന്നത്തെ മീൻകറി പറ്റിച്ചത്. അപ്പോൾ ഇവിടെ തലേന്നത്തെ മീൻകറി ഒന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് ഞാൻ കുറച്ചല്ല, ഒരു 5 പൊതി ചോറ് കെട്ടാന്ന്. ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ നല്ല നാടൻ തേങ്ങ, നമ്മുടെ തെങ്ങിൽ നിന്ന് നടന്ന് വീണ തേങ്ങ എടുത്ത് എൻ്റെ കൃഷിത്തോട്ടത്തിലെ പച്ചമുളക് അതെടുത്ത് വെച്ച് അരച്ച നല്ല ചമ്മന്തി വെച്ചാൽ മുളക് പൊടി ഇട്ടില്ല, ഉപ്പും പച്ചമുളകും നമ്മുടെ തേങ്ങ ഉപയോഗിച്ച് അരച്ച വെള്ളച്ചമ്മന്തി നല്ല ടേസ്റ്റ് ആയിട്ടാണ്. വെള്ളച്ചമ്മന്തി നല്ല നമ്മൾ എരി കൂട്ടി അരയ്ക്കണം. പച്ചമുളക് കൂട്ടി നല്ല എരിവോട് കൂടി അരച്ച് ചോറിനോട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ വാഴപ്പിണ്ടി, നമ്മൾ എടുത്ത് ചുമ്മാ നമ്മൾ കൊല വെട്ടിയിട്ട് എടുത്ത് കളയുന്നൊരു സാധനത്തിൽ നിന്ന് ഉണ്ടാക്കിയ തോരൻ എന്തുമാത്രം ഗുണമാണെന്നറിയാമോ? ഗുണവുമുണ്ട്, അതുപോലെ തന്നെ നല്ല രുചിയാണ് വാഴപ്പിണ്ടി. പാളയംകുളം പഴം കൊല വെട്ടിയതിൻ്റെ പിണ്ടിയാണ് എടുത്ത് തോരനാക്കിയിരിക്കുന്നത്. അപ്പം അത് നമുക്ക് കാണുമ്പോൾ ഒരു ലുക്കൊന്നും ഇല്ലെങ്കിലും പക്ഷേ കഴിക്കുമ്പോൾ ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ വാഴപ്പിണ്ടി തോരൻ. അപ്പോൾ വാഴപ്പിണ്ടിയും വാഴക്കൂമ്പിനെക്കാട്ടി ടേസ്റ്റാണ് സാധാരണ നമ്മൾ വാഴക്കൂമ്പൊക്കെ എടുത്ത് തോരൻ വെക്കുന്നത്, പക്ഷേ അതിനെക്കാട്ടി ടേസ്റ്റാണ് ഈ വാഴപ്പിണ്ടിയുടെ തോരൻ. എല്ലാവരും ഒന്ന് കിട്ടുന്നവരൊക്കെ ഒന്ന് എടുത്ത് കറി വെച്ച് നോക്കണം. അതുപോലെ തന്നെ ബാക്കി നമുക്ക് അത് കുറച്ച് നമുക്ക് ഉപയോഗിച്ചിട്ട് കുറച്ച് മതി, കുറേ കരിയുമ്പോൾ തന്നെ ഒരു തോരനാവും. പിന്നെ നമുക്ക് ഈ വാഴപ്പിണ്ടി വെച്ച് നമുക്ക് എന്തെങ്കിലും വറ്റലുണ്ടാക്കാം. വറ്റലെന്ന് വെച്ചാൽ നമ്മുടെ ചിപ്സ് പോലെ നമ്മൾ കടലമാവിലൊക്കെ മുക്കിയിട്ട് നല്ല ടേസ്റ്റായിട്ട് നല്ല സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് വാഴപ്പിണ്ടി വെച്ച് നമുക്ക് വറ്റലും ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയാണ്. പിന്നെ ബാക്കിയെടുത്ത് നമുക്ക് ശേഖരിച്ച് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ നമുക്കത് തോരനോ എന്തെങ്കിലുമൊക്കെ ആക്കാം. അത് നശിച്ചൊന്നും പോകത്തില്ല, അത് ഇരുന്നോളും കുറച്ച് ദിവസം. പിന്നെ നമ്മുടെ അച്ചാറെന്ന് വെച്ചാൽ ഇതെനിക്ക് വീട്ടിൽ നിന്ന് അമ്മ ഇട്ടായിരുന്നു കേട്ടോ. രാവിലെ പോകുന്നതുകൊണ്ട് എനിക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ചോറ് കൊണ്ടുപോകുന്നതുകൊണ്ട് എനിക്ക് മാങ്ങ അച്ചാറാണ് ഇഷ്ടം. ഞാൻ നാരങ്ങ കൂട്ടത്തില്ല. നാരങ്ങ എന്ന് വെച്ചാൽ എനിക്ക് അസിഡിറ്റിയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നാരങ്ങ അച്ചാർ ഞാൻ കൂട്ടത്തില്ല. മാങ്ങ അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടം. വല്ലപ്പോഴും ഞാൻ എന്നും കൊണ്ടുപോകത്തില്ല, വല്ലപ്പോഴും ചോറിലൊക്കെ കുറച്ച് വെച്ച് നമ്മൾ ഉച്ചയ്ക്ക് അടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് അത് മതിയായിരുന്നു. നാരങ്ങ അച്ചാറോ ഇതുപോലെ തന്നെ മീൻ വറുത്തതോ തോരനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നത്തെ ഊണെന്ന് പറയുന്നത് കുശാലായി. അപ്പോൾ ഇന്നത്തെ പൊതിയിലെന്ന് വെച്ചാൽ നമ്മുടെ നല്ല അച്ചാറുണ്ട്, എല്ലാ നാടൻ സാധനങ്ങളാണ്. അച്ചാറുണ്ട്, നമ്മുടെ വെള്ളച്ചമ്മന്തിയുണ്ട്, വാഴപ്പിണ്ടി തോനുണ്ട്, പിന്നെ മത്തിയല്ല നമ്മുടെ ചാള കുഞ്ഞ് ചാള. ഇപ്പോൾ വലിയ ചാള ഇറങ്ങി, വലിയ ചാളയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കിട്ടുന്നവരൊക്കെ വാങ്ങിക്കും. മീൻ ഞാൻ ഈ ഇടയ്ക്ക് പത്രത്തിൽ കണ്ടതാണ്. ഈ ഫ്രഷ് മീൻ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് എനിക്ക് കറക്റ്റാണെന്ന് അറിയത്തില്ല. പത്രത്തിൽ ഞാൻ കണ്ടതാണ്. കണ്ണ് ചുമന്നിരിക്കുന്നതാണ് പഴകാത്ത മീനെന്ന് ഞാനിങ്ങനെ കണ്ട്. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ, ഫ്രഷ് മീൻ എങ്ങനെ തിരിച്ചറിയുന്നത്, എൻ്റെ കണ്ണ് ചുമന്നിരിക്കുന്നതാണോ? പത്രം ഞാൻ വായിച്ച കണക്ക് എനിക്കൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ഇത് ചാള കൊള്ളായിരുന്നു. കുഞ്ഞു ചാളയാണെങ്കിലും, കുഞ്ഞു ചാളയെന്ന് വെച്ചാൽ കറി വെക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് അത് പൊരിക്കുന്നതാണ് അല്ലേ. ചാള വറുക്കുന്നത് നല്ല ടേസ്റ്റ്. എണ്ണ കുറച്ച് നമ്മുടെ ഫ്രൈ പാനിൽ വെച്ച് വറുക്കണം, അത് നല്ല രുചിയാണ്. പിന്നെ വലിയ അലൂമിനിയത്തിലൊക്കെ വെക്കുമ്പോഴാണ് ഒരുപാട് എണ്ണ ആവുന്നത്. ഫ്രൈ പാനിലൊക്കെ ആണെങ്കിൽ കുറച്ച് എണ്ണയിൽ നമുക്കത് പൊരിച്ചെടുക്കാം. പിന്നെ ഞാനിത് ഇല ഇട്ടപ്പം പേപ്പർ അടിയിലിടാൻ മറന്നുപോയി കേട്ടോ. കാരണം നമ്മൾ പേപ്പർ വെച്ചിട്ടല്ലേ പൊതിയുന്നത്. പിന്നെ ഒരു പേപ്പർ എടുത്ത് വെച്ച് അത് പൊക്കി ഇല എടുത്ത് പൊക്കി പേപ്പറിൻ്റെ മുകളിൽ വെച്ചാൽ പൊതിഞ്ഞത്. നമ്മൾ വാഴയില നല്ല വാട്ടിയെടുത്ത
നല്ല മണവുമാണ്, നല്ല രുചിയാണ്. അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ മടക്കിയാലും ഇല പൊട്ടത്തില്ല. നേരത്തെ കീറിയിരുന്നാണ് അങ്ങനെ, പക്ഷേ അത് ഒലിച്ചൊന്നും പോയില്ല കേട്ടോ. ഇതുപോലെ ന്യൂസ് പേപ്പറിനകത്ത് പൊതിഞ്ഞ് അങ്ങ് വെച്ച്. നമ്മളെപ്പോഴും പൊതിച്ചോറ് തയ്യാറാക്കുമ്പം രാവിലെ തന്നെ ചെയ്ത് വെക്കാൻ നോക്കണം കേട്ടോ. ഇപ്പോൾ രാവിലെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വിടക്കൊന്നും കഴിക്കില്ല. ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആകുമ്പോൾ നല്ല വയറ് വിശന്നിരിക്കുമല്ലേ. വയറ് വിശന്നിരിക്കുന്ന സമയത്ത് ഇതങ്ങോട്ട് തുറന്നങ്ങോട്ട് കഴിക്കുമ്പോൾ എന്താ രുചിയാണെന്നറിയോ. രുചിയില്ലാത്ത ചോറ് നമുക്ക് അന്നേരം അതിരുചിയായിട്ട് തോന്നും. പിന്നെ ഇത് കെട്ടുന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ഓരോരുത്തർക്കും പൊതിഞ്ഞ് മാറ്റി വെച്ചിരിക്കുക. അവളുമാരില്ലായിരുന്നു, അവളുമാരങ്ങ് വീട്ടിലല്ലേ, അപ്പോൾ അവളുമാർക്കില്ല. ബാക്കി ഞങ്ങളെ വീട്ടിൽ 5 അംഗങ്ങളുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അവരവരുടെ സ്ഥലത്ത് വെച്ചിട്ട് ബാക്കി എൻ്റെ ചോറ് ഞാൻ കൊണ്ടുപോവുകയാണ് ചെയ്തത്. പിന്നെ ഇവിടെ ചോറ് എല്ലാവരും കുറേ ഇലയിലായതുകൊണ്ട് എല്ലാവർക്കും ഇച്ചിരി കൂടെ അധികം ചോറിട്ടെന്നുള്ളൂ. ചോറ് എല്ലാവരും ഇത്രയും കഴിക്കത്തൊന്നുമില്ല കേട്ടോ, കുറേശ്ശേ കഴിക്കത്തുള്ളൂ. പിന്നെ ഇച്ചിരി കുറച്ചുകൂടെ അങ്ങ് ഇട്ട്, ഇലയിലാകുമ്പോൾ ഒരു കൊതി തോന്നിയാലോ എന്ന് കരുതി കുറച്ച് അധികം അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ലപോലെ മടക്കി. ഒരു കാര്യം പറയട്ടെ, ഇതുപോലെ നമ്മൾ കടയിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഫുഡിനും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഫുഡിൻ്റെ ടേസ്റ്റും കാണത്തില്ല, അതുപോലെ തന്നെ ഗുണവും കാണത്തില്ല. അപ്പോൾ വല്ലപ്പോഴും കുഞ്ഞുങ്ങൾക്കൊക്കെ എപ്പോഴും നമ്മൾ ഈ ജോലിയും തിരക്കും കാര്യങ്ങളില്ലേ, അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പഴയ കാലമൊക്കെ അല്ലേ ഓർമ്മ വന്നു. പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ അല്ലായിരുന്നോ നമ്മൾ നാടൻ രീതിയിൽ നാടൻ ഭക്ഷണങ്ങൾ കഴിച്ച് അല്ലായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. പക്ഷേ ഇന്നെന്ന് പറയുന്ന ഫാസ്റ്റ് ഫുഡ് ഇഷ്ടമില്ലാത്തവർ ഞാനുൾപ്പെടെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഫാസ്റ്റ് ഫുഡ്. കുഴിമന്തി ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും കഴിക്കാത്തവരാരുമില്ല, എല്ലാവരും കഴിക്കും. പക്ഷേ അതിൻ്റേതായ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ടെന്നാലും നമ്മൾ സമയം കണ്ടെത്തി ഇതുപോലെ വല്ലപ്പോഴുമൊക്കെ ഇതുപോലൊക്കെ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും വീട്ടിലെല്ലാവരും ഒരുമിച്ച് ഇരുന്ന്, ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് ഇരിക്കുന്ന ദിവസമല്ലേ, അപ്പോൾ അങ്ങനെ രാവിലെയൊക്കെ പൊതിഞ്ഞ് ഉച്ചയ്ക്ക് എല്ലാവരുമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ നമുക്ക് പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ മോരും കാച്ചി വെച്ചത്, മോര് പിന്നെ ചോറിൽ ഒഴിക്കാകത്തല്ലോ, അതൊരു ചെറിയ കുപ്പിയിലാക്കി വെച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.